നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മടി വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. മാഡത്തിന് അത് വെച്ച് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ചെയ്യാം. രാജു, മര്യാദയ്ക്ക് നീ വിളിക്കുന്നോ അതോ ഞാൻ പ്രതാപനെ വിളിച്ച് നിനക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം അവനോട് പറയണോ? വേണ്ട ചേച്ചി, ഞാൻ വിളിക്കാം. ഗുഡ്. എങ്കിലേ ആ ഫോൺ എടുത്ത് വിളിക്കാൻ. വിളിക്കാൻ വിളിക്കാൻ ചേച്ചി, പ്രതാപേട്ടൻ കോൾ ആൻസർ ചെയ്യുന്നില്ല. നീ ഒന്നുകൂടെ വിളിക്ക് യാമിനി. അത് വേണോ ചേച്ചി? വേണം. ഇതാ പ്രതാപേട്ടന്റെ മെസ്സേജ്. ഫോണിങ് തന്നെ. ഫോൺ. നാളെ അവൻ വിളിക്കുമ്പോ എല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞോണം. മനസ്സിലായോ? എന്താ യമനി? എന്താ ചേച്ചി? എന്തു പറ്റി? എന്താണെന്നേ അവള് പറയും. അമ്മേ, ഫുഡ് എത്തി. ആ, വരുന്നു മോനെ. യാമിനി, എങ്കിൽ ഞാൻ പോട്ടെ. ശരി ചേച്ചി. വാടാ. എന്താ യമനി? എന്താ ഉണ്ടേ? നീ എന്താ യമനി പറയുന്നേ? സത്യ ശേഖരേട്ടാ, മാഡം ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരും? അതെന്തു പറ്റി? ആ, ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛൻ അർത്ഥം വെച്ച് എന്തോ പറഞ്ഞല്ലോ. എന്താ അത്? അതുമല്ല, അത് എന്നോടാണ് ചോദിക്കുന്നത്. വേണോങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കായിരുന്നല്ലോ. മാഡത്തിന് അറിയാൻ കാര്യം. മാഡം അറിഞ്ഞൂടാണ് വെറുതെ നടിക്കുന്നത്. മാഡം അച്ഛനോട് എന്തോ പറഞ്ഞു കൊടുത്ത് കാണും. യോ എന്റെ പൊന്ന് രാജു, ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. വേണമെങ്കിൽ ഞാൻ രാജുവിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ആ, എന്നിട്ട് എന്റെ തല പൊട്ടി പോട്ടേന്നല്ലേ? അത് വേണ്ട. എന്റെ രാജു, ഞാൻ വേണോങ്ങളോട് ഒന്നും പറഞ്ഞില്ല. അങ്കിളുടെ ആഗ്രഹം പറയുന്നു. രാജു അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പറഞ്ഞു നടന്നോ. എന്നോട് വർമ്മ സാറിന് ഒരു വിശ്വാസമുണ്ട്. എനിക്ക് അത് കാത്തു സൂക്ഷിക്കണം. അതെന്റെ ഉത്തരവാദിത്വം. പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. രാജു, എന്നെ വിട്ടേക്ക്. സമയം ഒത്തിരിയായി. എനിക്ക് കിടന്നുറങ്ങണം. മാഡത്തിന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. എനിക്കല്ല സമാധാനം നഷ്ടപ്പെട്ടത്. ഞാൻ എങ്ങനെ ഉറങ്ങും? എന്താ, ഞാനിവിടെ ഉള്ളതാണോ രാജുവിന്റെ സമാധാനക്കേട്? ആ, അത് സത്യമല്ലേ? രാജു, ഇങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യരുത്. ഇത് വളരെ മോശം, വളരെ മോശം. അയ്യോ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചൊന്നും അല്ല. ഞാൻ കാര്യം പറഞ്ഞതാ. പക്ഷേ അത് എനിക്ക് ഇൻസൾട്ട് ആയിട്ടാ തോന്നി. സത്യം പറഞ്ഞല്ലേ, ചില നേരത്തെ രാജുവിന്റെ സ്വഭാവം കണ്ട
ഒരു വടി വെട്ടി നല്ല അടിയെ തരണ്ട. ആ ഇനി അതിന്റെ ഒരു കുറവും കൂടി മാത്രമേ ഉള്ളൂ. അതെന്താ എത്ര വൈകിയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോ തൃപ്തിയായി. വടി വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. മാഡത്തിന് അത് വെച്ച് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ചെയ്യാം. ദേ രാജു, അമ്മേ. പറഞ്ഞു തീർന്നില്ല. അതിനും എന്നെ കൊല്ലാൻ പോവാണോ? വേദനിച്ചോ? വേദനിക്കാതെ പിന്നെ സോറി. എന്താ എന്തുപറ്റി? എന്താ കാല് വേദനിക്കുന്നു. എന്താ രാജു, കരയല്ലേ? കാല് എന്താ എന്തെന്ന് വേദന സഹിക്കാൻ വയ്യ. രാജു, മാഡം കരയല്ലേ? ഞാൻ നോക്കട്ടെ. രാജു, എടാ എന്താ എന്താടാ രാജു, വാതില് തുറക്ക് മോളെ. ഞാൻ ദേ വരുന്നു. രാജു, എന്താടാ എന്തു പറ്റി? ഋതിക മാഡം ഒന്ന് വീണു. മോള് വീണെന്നോ? അതോ നീ തള്ളിയിട്ടാണോ? ഞാനെന്തിനാ തള്ളിയിടുന്നേ? എനിക്കെന്താ വട്ടാണോ? എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അയ്യോ, നോക്കട്ടെ. കാലൊളിക്കിയതാ. കുഴമ്പ് തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ രാവിലെ കാലിന്റെ നീര് പിടിക്കും. നീ പോയി കുഴമ്പെടുത്തുണ്ടോ? കുഴമ്പ് ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത് എവിടെ? നീ തന്നെ മാഡത്തിന്റെ കാൽമ തേച്ച് പിടിപ്പിച്ചേ. ഞാനോ? ഞാനാ? നീ തന്നെ. ഇവിടെ മറ്റുള്ളവർക്കൊക്കെ നീ എന്നല്ലേ തേച്ച് പിടിപ്പിക്കാറ്. ഇപ്പൊ പിന്നെ എന്താ കുഴപ്പം? അതെ, നീ കുറച്ച് ചൂടുവെള്ളം എടുത്തുണ്ടോ? തേക്കണ നോക്കിക്കാണ്ട്. തേക്കണം. തേച്ച് പിടിപ്പിച്ചേ. എനിക്ക് വേദനിക്കുന്നു. കുറച്ച് വേദന കാണും. ഇവിടേക്ക് നമുക്ക് പോവാം. നിങ്ങൾ പോണോ? ഋതിക മാഡത്തിന്റെ കാലില് കുഴമ്പ് തേച്ച് പിടിപ്പിക്കാൻ 3 ആളിന്റെ ആവശ്യമില്ല. നീ വാടി. രാജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.